കാസർഗോഡ് നടന്ന ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ ഒന്നാം പതിപ്പിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണവുമായി ടൂറിസം വകുപ്പ്. ടിക്കറ്റ് വിൽപ്പനയിലും ടെൻഡർ നടപടികളും അഴിമതി നടന്നുവെന്നാണ് ആരോപണം. ടൂറിസം അഡീഷണൽ സെക്രട്ടറിക്കാണ് അന്വേഷണ ചുമതല. BRDC, DTPC, വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ 2022 ഡിസംബറിലായിരുന്നു ബേക്കൽ ഫെസ്റ്റിന്റെ ഒന്നാം പതിപ്പ് നടന്നത്. ഉദുമ MLA CH കുഞ്ഞമ്പു ആയിരുന്നു സംഘാടക സമിതി ചെയർമാൻ. മേള വൻ വിജയമാണെന്നായിരുന്നു സംഘാടക സമിതിയുടെ അവകാശവാദം. എന്നാൽ ഫെസ്റ്റിനെതിരെ പിന്നീട് അഴിമതി ആരോപണവും ഉയർന്നു. ടിക്കറ്റ് വിൽപ്പനയുടെ കണക്കിലും ടെൻഡർ നടപടികളിലും ക്രമക്കേട് നടന്നുവെന്നാണ് ആരോപണം. 10 ലക്ഷം പേർ പങ്കെടുത്തുവെന്ന് അവകാശപ്പെടുന്ന മേളയിൽ വിറ്റഴിഞ്ഞ ടിക്കറ്റ് 4 ലക്ഷത്തിൽ താഴെ മാത്രമാണ്. സംഘാടകർ പുറത്തുവിട്ട കണക്കിലെ ഈ പൊരുത്തക്കേടിൽ ഇതുവരെ വ്യക്തതയുണ്ടായിട്ടില്ല. സംഘാടക സമിതി 4 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ എണ്ണവും പിന്നീട് ജനുവരി 3-ാം തീയതി പരിപാടി, അതായത് ഡിസംബർ 24-ന് ആരംഭിച്ച് ജനുവരി 3-ന് അത് അവസാനിക്കുമ്പോൾ പറഞ്ഞ കണക്ക് പ്രകാരം ഏതാണ്ട് 4 ലക്ഷത്തിൽ പരം ആളുകൾ പങ്കെടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സ്വാഭാവികമായും ടിക്കറ്റ് വിൽപ്പനയിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് അതിൽ പകൽ പോലെ വ്യക്തമാണ്. ആ കാര്യങ്ങൾ ഈ പറയുന്ന സംഘാടക സമിതിയോട് ഉന്നയിച്ചപ്പോൾ അവർ പറഞ്ഞത് പരിപാടിയിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ, ആകർഷണം ഉണ്ടാക്കാൻ വേണ്ടി എണ്ണം പെരുപ്പിച്ചു കാണിച്ചു എന്നാണ് അവർ പറഞ്ഞത്. അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ബേക്കലിലെ BRDC ഓഫീസിലെത്തി പരിപാടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിച്ചു. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. ഒരു മാസത്തിനകം ടൂറിസം സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. 24 കാസർഗോഡ്.